ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഇൻകം ടാക്സിൽ ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള ചാപ്റ്റർ ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഫോർത്ത് ഹെഡ് ഓഫ് ഇൻകം ആണ്. ഓൾറെഡി നമ്മൾ 3 ഹെഡ്സ് ഓഫ് ഇൻകം കവർ ചെയ്ത് കഴിഞ്ഞു: സാലറീസ്, ഹൗസ് പ്രോപ്പർട്ടി ആൻഡ് PGPP. അപ്പോൾ ഇന്ന് നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഹെഡിൽ എന്ത് ഇൻകം ആണ് ചാർജബിൾ അല്ലെങ്കിൽ ടാക്സബിൾ എന്നുള്ളതാണ്. As per section 45(1), profits or gains arising on the transfer of a capital asset effected in the previous year shall be chargeable under the head capital gains. പ്രീവിയസ് ഇയറിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള ഒരു ക്യാപിറ്റൽ അസറ്റ്, അതിന് നമുക്ക് ഉണ്ടായിട്ടുള്ള പ്രോഫിറ്റ്സ് അല്ലെങ്കിൽ ഗെയിൻസ്, അതാണ് ഈ ഹെഡിൽ ചാർജബിൾ. ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഇവിടെ 3 കണ്ടീഷൻസ് ആണ് അവർ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ആദ്യം ഒരു ട്രാൻസ്ഫർ നടന്നിട്ടുണ്ടാവണം. ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റൽ അസറ്റിന്റെ ട്രാൻസ്ഫർ ആയിരിക്കണം. അങ്ങനെ ഒരു ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തതിൽ നമുക്കൊരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗെയിൻ ഉണ്ടായിരിക്കണം. അപ്പൊ പ്രോഫിറ്റ്സ് ഓർ ഗെയിൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പോസിറ്റീവ് ഫിഗർ എന്ന് മാത്രം വിചാരിക്കരുത്, അതിൽ നെഗറ്റീവ് ഫിഗർ, അതായത് ലോസും ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ പ്രീവിയസ് ഇയറിൽ നമ്മൾ ഒരു ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ട് അതിന് നമുക്ക് എന്തെങ്കിലും ലാഭമോ നഷ്ടമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതാണ് ഈ ഒരു ഹെഡിൽ ടാക്സബിൾ അല്ലെങ്കിൽ ചാർജബിൾ. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ക്യാപിറ്റൽ അസറ്റ് എന്താന്നുള്ളത് നമുക്ക് അറിയില്ല, അതുപോലെ ട്രാൻസ്ഫർ എന്താന്നുള്ളത് അറിയില്ല, പിന്നെ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് എന്നുള്ള വാക്ക് നമുക്കറിയാം, പക്ഷെ അതെങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ളതും നമുക്കറിയില്ല. അപ്പൊ ഈ 3 ടേമും നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ തന്നെ ഈ ചാപ്റ്ററിന്റെ 90% കഴിഞ്ഞു. അത് മാത്രമേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ. മെയിൻ ആയിട്ട് ഈ ചാപ്റ്ററിൽ ഇതാണുള്ളത്. പക്ഷെ ഇതിൽ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പിന്നെയും ഉള്ളിലേക്കും കൂടെ പോകേണ്ടി വരുമ്പോൾ വരുന്ന ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടി വരുമ്പോൾ വേറെ ചില പ്രൊവിഷൻസും കയറി വരും. അത്രേ ഉള്ളൂ. അപ്പൊ 3 കാര്യങ്ങളാണ്. ഒന്ന്, എന്താണ് ക്യാപിറ്റൽ അസറ്റ്, പിന്നെ അത് ട്രാൻസ്ഫർ ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, അത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിന്റെ ലാഭവും നഷ്ടവും നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം. 3 കാര്യങ്ങൾ നമുക്ക് പഠിക്കണം. അപ്പൊ ഇന്ന് നമുക്ക് ആദ്യമായിട്ട് ക്യാപിറ്റൽ അസറ്റ് എന്താന്നുള്ളത് പഠിക്കാം. ക്യാപിറ്റൽ അസറ്റ് എന്നുള്ളത് സെക്ഷൻ 214 ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സെക്ഷൻ 2 ക്ലോസ് നമ്പർ 14 ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ക്യാപിറ്റൽ അസറ്റ് മീൻസ് പ്രോപ്പർട്ടി ഓഫ് എനി കൈൻഡ് ഹെൽഡ് ബൈ ആൻ അസസി whether or not connected with his business or profession. നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷനുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ കണക്ട് ചെയ്യാത്തതോ, അതായത് നമ്മൾ ബിസിനസ് ഓർ പ്രൊഫഷനിൽ ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടതോ അല്ലാത്തതോ ആയിട്ടുള്ള ഏത് തരത്തിലുള്ള പ്രോപ്പർട്ടി ആണെങ്കിലും അത് ക്യാപിറ്റൽ അസറ്റ് എന്നുള്ള ഡെഫിനിഷനിൽ പെടുന്നതാണ്. അപ്പോ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ പ്രോപ്പർട്ടി ഓഫ് എനി കൈൻഡ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എനി കൈൻഡ് എന്ന് വെച്ചാൽ അവർ ഉദ്ദേശിക്കുന്നത് മൂവബിൾ പ്രോപ്പർട്ടി ആയിരിക്കാം, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആയിരിക്കാം, ടാഞ്ചിബിൾ ആയിരിക്കാം, ഇൻടാഞ്ചിബിൾ ആയിരിക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ഇതിൽ പെടാം. അപ്പൊ പ്രോപ്പർട്ടി എന്നുള്ളതിന് അത്രയും വലിയൊരു ഡെഫിനേഷൻ ആണ് തന്നിട്ടുള്ളത്. പ്രോപ്പർട്ടി എന്നുള്ളതിൽ നമുക്ക് തോന്നുന്ന അല്ലെങ്കിൽ നമുക്ക് തോന്നുന്നതും തോന്നാത്തതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രോപ്പർട്ടി എന്നുള്ളതിൽ പെടുന്നുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ അസറ്റ് എന്നുള്ള ഡെഫിനേഷനിൽ ഫസ്റ്റത്തെ പോയിന്റ്, പ്രോപ്പർട്ടി ഓഫ് എനി കൈൻഡ് ഹെൽഡ് ബൈ ആൻ അസസി whether or not connected with his business or profession. രണ്ടാമത്തെ പോയിന്റ്, any securities held by foreign institutional investors which has invested in such securities as per SEBI regulations. SEBI regulations പ്രകാരം ഏതെങ്കിലും സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, അപ്പൊ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് എപ്പോഴും ക്യാപിറ്റൽ അസറ്റ് ആയിരിക്കും. ഈവൻ ഇഫ് ദേ ആർ ഹോൾഡിംഗ് സച്ച് സെക്യൂരിറ്റീസ് ആസ് സ്റ്റോക്ക് ഇൻ ട്രേഡ്. അവരതിനെ സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്നുള്ള രീതിയിൽ എപ്പോഴും ഷെയർ ട്രേഡിങ്ങിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരു സ്ഥാപനമാണെങ്കിൽ പോലും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ സെക്യൂരിറ്റീസ് എപ്പോഴും ക്യാപിറ്റൽ അസറ്റ് ആയിരിക്കും. അപ്പൊ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഇതിപ്പോ 1 വേർഡ് എന്നുള്ള കാറ്റഗറിയിലല്ലാതെ നമുക്ക് പ്രോബ്ലം ആയിട്ടൊന്നും അധികം വരാൻ സാധ്യതയില്ല. നമുക്ക് മെയിൻലി ഈ ഫസ്റ്റത്തെ ഒരു ഇതിലേക്കാണ് റെസ്ട്രിക്റ്റഡ് ആയിട്ട്, അതായത് ഇപ്പൊ നമുക്ക് ലാൻഡ്, ബിൽഡിംഗ് അല്ലെങ്കിൽ പ്ലാന്റ് ആൻഡ് മെഷീനറി അങ്ങനെയുള്ളതിലാണ് ക്വസ്റ്റ്യൻസ് പൊതുവെ കാണാറ്. അപ്പൊ ഇത് അങ്ങനെ ഒരു 1 വേർഡ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്നുള്ള ഭാഗത്തേക്ക് നിങ്ങൾ നോക്കി വെക്കുക. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിലാണെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് സെക്യൂരിറ്റി ആണെങ്കിലും, അതുപോലെ തന്നെ അവരത് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് കയ്യിൽ വെക്കുകയാണെന്ന് പറഞ്ഞാൽ പോലും സെബി റെഗുലേഷൻസ് പ്രകാരം ആണെന്നുണ്ടെങ്കിൽ അത് അവരുടെ കയ്യിൽ ക്യാപിറ്റൽ അസറ്റ് തന്നെയാണ്.
പിന്നെ നമുക്ക് വീണ്ടും ഫസ്റ്റ് പോയിന്റിൽ തന്നെ തിരിച്ചു വരാം. അതായത് നമ്മൾ പറഞ്ഞു എനി പ്രോപ്പർട്ടി അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഓഫ് എനി കൈൻഡ് ഹെൽഡ് ബൈ ദ അസസി വെദർ യൂസ്ഡ് ഫോർ ബിസിനസ് അല്ലെങ്കിൽ യൂസ്ഡ് ഫോർ പ്രൊഫഷൻ ഓർ നോട്ട് ഇറ്റ് വിൽ ബി കൺസിഡർഡ് ആസ് ക്യാപിറ്റൽ അസറ്റ്. പക്ഷേ ക്യാപിറ്റൽ അസറ്റിൽ ചില സ്പെസിഫിക് ആയിട്ട് ചില എക്സ്ക്ലൂഷൻസ് ഉണ്ട്. ചില കാര്യങ്ങൾ ക്യാപിറ്റൽ അസറ്റിൽ പെടില്ല. അതെന്താന്ന് വെച്ചാൽ ഫസ്റ്റത്തെ സ്റ്റോക്ക് ഇൻ ട്രേഡ്, കൺസ്യൂമബിൾ സ്റ്റോർസ്, റോ മെറ്റീരിയൽസ് ഹെൽഡ് ഫോർ ബിസിനസ് ഓർ പ്രൊഫഷൻ. നമ്മുടെ ബിസിനസ്സിനോ പ്രൊഫഷനോ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റോക്ക് ഇൻ ട്രേഡ്, അതുപോലെ കൺസ്യൂമബിൾ സ്റ്റോർസ്, അതായത് നമ്മൾ സ്റ്റോക്ക് ഇൻ ട്രേഡ് അല്ല എന്നാലും നമുക്ക് ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പോൾ സ്റ്റേഷനറി ഐറ്റംസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ലൂബ്രിക്കൻസ്, അല്ലെങ്കിൽ ചെറിയ ചെറിയ സാധനങ്ങൾ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ കൺസ്യൂമബിൾ സ്റ്റോർസ് എന്നുള്ളതിൽ പെടുത്താം, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ. പിന്നെ റോ മെറ്റീരിയൽസ് ഹെൽഡ് ഫോർ ബിസിനസ് ഓർ പ്രൊഫഷൻ, നമ്മൾ ബിസിനസ്സോ പ്രൊഫഷനോ വേണ്ടി ഉപയോഗിക്കുന്ന ഈ രീതിയിലുള്ള എല്ലാ സാധനങ്ങളും ക്യാപിറ്റൽ അസറ്റ് എന്നുള്ള ഡെഫിനിഷൻ എക്സ്ക്ലൂഡഡ് ആണ്. അപ്പൊ ഇതൊന്നും ക്യാപിറ്റൽ അസറ്റ് അല്ല. കാരണം നമുക്കത് അറിയാലോ, PGBP എന്നുള്ള ഹെഡിൽ നമ്മൾ ടാക്സബിലിറ്റി പഠിക്കുമ്പോൾ ബിസിനസ്സിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ വിൽക്കുമ്പോഴാണല്ലോ നമുക്ക് ആ ഹെഡിൽ ടാക്സബിൾ ആയിരുന്നുണ്ടായിരുന്നു, അതായത് സ്റ്റോക്ക് ഇൻ ട്രേഡ് വിൽക്കുമ്പോൾ അല്ലേ. അപ്പൊ സ്റ്റോക്ക് ഇൻ ട്രേഡ് ഒക്കെ നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ അത് PGBP എന്നുള്ള ഹെഡിലാണ് ടാക്സബിൾ. അതുകൊണ്ട് തന്നെ ഇത് ക്യാപിറ്റൽ അസറ്റ് എന്നുള്ള ഡെഫിനേഷനും എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്റ്റോക്ക് ഇൻ ട്രേഡ് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇൻകം PGBP എന്നുള്ള ഹെഡിലായിരിക്കും ടാക്സബിൾ, അല്ലാതെ ഈ ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള ഹെഡിലായിരിക്കില്ല. അതേസമയം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്ററുടെ കയ്യിൽ സെക്യൂരിറ്റീസ്, അവരത് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ടാണ് കയ്യിൽ വെക്കണമെന്ന് പറഞ്ഞാൽ പോലും അവരുടെ കയ്യിൽ അത് ക്യാപിറ്റൽ അസറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് മാത്രം ഈ സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ അത് ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള ഹെഡിലെ ചാർജബിൾ ആവുള്ളൂ. അപ്പൊ അത് പ്രത്യേകം ആ ഡിഫറൻസ് ഒന്ന് നോട്ട് ചെയ്യുക. സാധാരണ ആൾക്കാർക്കാണെങ്കിൽ സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്ന് വെച്ചാൽ PGBP എന്നുള്ള ഹെഡിലും, അല്ലാത്തവർക്ക് അത് ക്യാപിറ്റൽ അസറ്റ് ആയതുകൊണ്ട്, അതായത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് അത് ക്യാപിറ്റൽ അസറ്റ് ആയതുകൊണ്ട് ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള ഹെഡിലുമാണ് ടാക്സബിൾ. അപ്പൊ രണ്ടാമത്തെ സംഭവം പേഴ്സണൽ ഇഫക്ട്സ്. പേഴ്സണൽ ഇഫക്ട്സ് ക്യാപിറ്റൽ അസറ്റ് എന്നുള്ള ഡെഫിനിഷനിൽ വരുന്നില്ല, അതൊന്ന് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പേഴ്സണൽ ഇഫക്ട് എന്ന് വെച്ചാൽ എന്താണ്? പേഴ്സണൽ ഇഫക്ട് മീൻസ് മൂവബിൾ പ്രോപ്പർട്ടി, അത് പ്രത്യേകം നോട്ട് ചെയ്യണം. മൂവബിൾ പ്രോപ്പർട്ടി ഇൻക്ലൂഡിംഗ് വെയറിംഗ് അപ്പാരൽ ആൻഡ് ഫർണിച്ചർ ഹെൽഡ് ഫോർ പേഴ്സണൽ യൂസ് ബൈ ദി അസസി ഓർ ഹിസ് ഫാമിലി. അസസി അല്ലെങ്കിൽ അവരുടെ ഫാമിലി ഉപയോഗിക്കുന്ന പേഴ്സണൽ ഇഫക്ട്സ്, അതായത് ഉപയോഗിക്കുന്ന മൂവബിൾ പ്രോപ്പർട്ടീസ്. മൂവബിൾ പ്രോപ്പർട്ടീസ് എന്ന് വെച്ചാൽ അറിയാലോ, ഇപ്പൊ നമുക്ക് മൂവബിൾ എന്നുള്ളതിലെല്ലാം വരും. ഇപ്പൊ കാറ്, മോട്ടോർ സൈക്കിൾ അല്ലെങ്കിൽ മോട്ടോർ ബൈക്ക്, അതുപോലെ നമുക്ക് മൂവബിൾ ആയിട്ടുള്ള ഏത് അസറ്റ് വേണമെങ്കിലും പേഴ്സണൽ ഇഫക്റ്റ് എന്നുള്ളതിൽ പെടുത്താം. അപ്പോ വെയറിംഗ് അപ്പാരൽ എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോ ശരിക്കും ജ്വല്ലറി എന്നൊക്കെ പറയുന്നത് വെയറിംഗ് അപ്പാരൽ ആണ്. പക്ഷെ ജ്വല്ലറി എന്നുള്ളത് സ്പെസിഫിക്കലി പേഴ്സണൽ ഇഫക്റ്റിന്റെ ഡെഫിനേഷൻ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ജ്വല്ലറി ഒക്കെ ശരിക്കും വെയറിംഗ് അപ്പാരൽ എന്നുള്ളതിൽ വരും. പിന്നെ അതുപോലെ ഫർണിച്ചർ, അതൊക്കെ നമുക്ക് പേഴ്സണൽ ഇഫക്റ്റ് എന്നുള്ളതിൽ പെടുത്താം. പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇപ്പോ ഹൗസ്, നമ്മൾ താമസിക്കുന്ന വീട് അല്ലെ, പേഴ്സണൽ ഇഫക്റ്റ് ആണോ ചോദിച്ചാൽ ശരിക്കും അതൊരു പ്രോപ്പർട്ടി, നമ്മൾ നമ്മുടെ ഉപയോഗത്തിനാണ്, പേഴ്സണൽ യൂസിനാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അത് പേഴ്സണൽ ഇഫക്റ്റ് എന്നുള്ള ഡെഫിനേഷനിൽ വരില്ല. കാരണം എന്താ, വീട് എന്ന് പറയുന്നത് മൂവബിൾ പ്രോപ്പർട്ടി അല്ല അല്ലെ. അപ്പൊ ഇവിടെ മൂവബിൾ പ്രോപ്പർട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അത് ആദ്യം ശ്രദ്ധിക്കുക. അപ്പൊ ചിലപ്പോ എക്സാമിന് ഈ കാറിന്റെ കേസൊക്കെ ചോദിക്കാറുണ്ട്. ഒരാൾ കാറ് വിറ്റു, അപ്പൊ അതിൽ എന്താ ക്യാപിറ്റൽ ഗെയിൻ എന്നൊക്കെ ചോദിക്കും. അപ്പൊ പെട്ടെന്ന് നമുക്ക് ഇത് കാറാണ്, അത് പേഴ്സണൽ ഇഫക്റ്റ് ആണ്, അത് ക്യാപിറ്റൽ അസറ്റിന്റെ ഡെഫിനേഷനിൽ വരാത്തതാണെന്ന് ചിലപ്പോൾ അങ്ങോട്ട് ക്ലിക്ക് ആവില്ല. അതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞത്. അപ്പൊ പേഴ്സണൽ ഇഫക്റ്റ് എന്ന് വെച്ചാൽ മൂവബിൾ പ്രോപ്പർട്ടി ആണ്, അത് ഓർത്ത് വെക്കുക. ഫാമിലി അല്ലെങ്കിൽ നമ്മൾ അസസി അല്ലെങ്കിൽ അസസിയുടെ ഫാമിലി ഇങ്ങനെ പേഴ്സണൽ പർപ്പസിന് യൂസ് ചെയ്യുന്ന മൂവബിൾ പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് ഇതിൽ പെടുത്താം. എന്നാലും പേഴ്സണൽ ഇഫക്റ്റ് എന്നുള്ളതിന് ചില കാര്യങ്ങൾ അവർ സ്പെസിഫിക്കലി എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് വിലപിടിപ്പുള്ള സാധനങ്ങളെയൊക്കെ പേഴ്സണൽ ഇഫക്റ്റ് എന്ന് പറഞ്ഞു വെച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ടാണ് പേഴ്സണൽ ഇഫക്റ്റ് എന്നുള്ളതിന് അതൊക്കെ എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതെന്താന്നുള്ളത് നോക്കാം. അപ്പൊ ഈ പേഴ്സണൽ ഇഫക്റ്റ് എന്ന് എക്സ്ക്ലൂഡ് ചെയ്ത സാധനങ്ങൾ ക്യാപിറ്റൽ അസറ്റ് എന്നുള്ള ഡെഫിനിഷനിൽ വരും. അതുകൊണ്ട് തന്നെ അതൊക്കെ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് വരും ചെയ്യും. പേഴ്സണൽ ഇഫക്റ്റ് എന്ന് ഒഴിവാക്കിയിട്ടുള്ളത് ജ്വല്ലറി. ജ്വല്ലറി എന്ന് അവർ ഉദ്ദേശിക്കുന്നത് വിലപിടിപ്പുള്ള ഇത്, അതായത് ഇപ്പൊ സിൽവർ, ഗോൾഡ് അല്ലെങ്കിൽ ഡയമണ്ട് അങ്ങനെയുള്ളതൊക്കെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ജ്വല്ലറി ഫോമിൽ, അതായത് ഇപ്പൊ മാലയോ വളയൊക്കെ ആക്കിയിട്ട് തന്നെ വെച്ചിട്ടുണ്ടാവണമെന്നൊന്നുമില്ല. നമ്മൾ വെറുതെ കുറച്ച് ഡയമണ്ട് വാങ്ങിച്ചു വെക്കാണ്, വെറുതെ ഒരു രസത്തിനെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡയമണ്ടോ അല്ലെങ്കിൽ പിന്നെ അതുപോലെ പേൾ അല്ലെ, റൂബി, അങ്ങനെ കുറെ വിലപിടിപ്പുള്ള നവരത്നങ്ങൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ, അങ്ങനെ പല സാധനങ്ങളും ഉണ്ടല്ലോ. അങ്ങനെ വല്ലതും നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതൊക്കെ ജ്വല്ലറി എന്നുള്ള ഡെഫിനേഷനിൽ വരും. പൊതുവെ നമ്മൾ ജ്വല്ലറി എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മാല, വള, മോതിരം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഓർമ്മ വരിക. പക്ഷെ ജ്വല്ലറി എന്ന് വെച്ചാൽ അത് മാത്രമല്ല,
ഇങ്ങനെ ലൂസ് ആയിട്ട് വെച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരു ഓർണമെന്റ് എന്നുള്ള രീതിയിൽ ആക്കാത്തത് പോലും ജ്വല്ലറി എന്നുള്ളതിൽ പെടും. അതുപോലെ തന്നെ ഈ നിങ്ങളിപ്പോ ഈ രാമായണ മഹാഭാരതമൊക്കെ സീരിയലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ രാജാക്കന്മാരുടെ ഇതിലൊക്കെ കാണില്ലേ, സ്വർണത്തിന്റെ പ്ലേറ്റ്, അതുപോലെ സിൽവറിന്റെ പ്ലേറ്റ്, ഗ്ലാസ്, അങ്ങനെയുള്ള സാധനങ്ങൾ, ഈവൻ അതുപോലും ജ്വല്ലറി എന്നുള്ളതിൽ പെടും. അപ്പൊ അവർ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള വിലപിടിപ്പുള്ള മെറ്റൽസ് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങൾ എന്നാണ്. അപ്പൊ മെറ്റൽ എന്ന് പറയുമ്പോൾ ഫുള്ളി വിത്ത് സ്വർണം ആവണം എന്നൊന്നുമില്ല. അപ്പൊ സ്വർണവും പിന്നെ കോപ്പറും മിക്സ് ചെയ്തതാണെങ്കിൽ പോലും ജ്വല്ലറി എന്നുള്ളതിൽ പെടും. അപ്പൊ ജ്വല്ലറി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ ഇഫക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല, പകരം അതൊക്കെ ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് വരും. അപ്പൊ അത് മനസ്സിലാക്കുക, ജ്വല്ലറി ക്യാപിറ്റൽ അസറ്റ് ആണ്, പേഴ്സണൽ ഇഫക്റ്റ് അല്ല. അതുപോലെ തന്നെ ആർക്കിയോളജിക്കൽ കളക്ഷൻസ്. ആർക്കിയോളജിക്കൽ കളക്ഷൻസ് എന്ന് വെച്ചാൽ ഇപ്പൊ എന്താ പറഞ്ഞുതരാം, ഇപ്പോ കോയിന്റെ കളക്ഷൻ, അതൊക്കെ ആർക്കിയോളജിക്കൽ കളക്ഷനിൽ വരുന്നതാണ്. അപ്പൊ പണ്ടത്തെ സിവിലൈസേഷന്റെ അല്ലെങ്കിൽ പണ്ടത്തെ ഏതെങ്കിലും കൾച്ചറത്തെ ഓരോ സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അപ്പൊ അതൊക്കെ ആർക്കിയോളജിക്കൽ കളക്ഷൻസിൽ വരും. പണ്ടത്തെ ഏതെങ്കിലും സിവിലൈസേഷൻ്റെതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ, ഇപ്പൊ കോയിൻ കളക്ഷൻ ഒക്കെ ഇതിൽ പെടുന്നത് തന്നെയാണ്. അങ്ങനെ വിലപിടിപ്പുള്ള ചില സംഭവങ്ങളൊക്കെ അതൊക്കെ ആർക്കിയോളജിക്കൽ കളക്ഷൻസ് എന്നുള്ളത് വരും. ആർക്കിയോളജിക്കൽ കളക്ഷൻസ് ആണെങ്കിൽ അത് പേഴ്സണൽ ഇഫക്റ്റ് അല്ല. അപ്പൊ നിങ്ങൾക്ക് വല്ല കോയിൻ കളക്ഷൻ അല്ലെങ്കിൽ അങ്ങനെ വല്ല സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും പേഴ്സണൽ ഇഫക്റ്റ് അല്ല, അതൊക്കെ ക്യാപിറ്റൽ അസറ്റ് ആണ്. അപ്പൊ അത് വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് വരും. അപ്പൊ അതെങ്ങനെ വരുമോ വരില്ലേ, അതിന്റെ ടാക്സബിലിറ്റി, എത്ര ഇൻകം അതൊന്ന് ടാക്സബിൾ ആവും എന്നൊക്കെ ഉള്ളത് നമ്മൾ പിന്നെ പഠിക്കും. അപ്പൊ തൽക്കാലത്തേക്ക് ആർക്കിയോളജിക്കൽ കളക്ഷൻസ് എന്ന് പറയുന്നത് പേഴ്സണൽ ഇഫക്റ്റ് അല്ല, പകരം ക്യാപിറ്റൽ അസറ്റ് ആണ്. അടുത്തത് ഡ്രോയിങ്സ്. ഡ്രോയിങ്സ് നമ്മുടെ ഉദ്ദേശിച്ചത് ഇങ്ങനെ ചിത്രരചന. ഓക്കെ, ഡ്രോയിങ്സ്, പെയിന്റിങ്സ്, ഇപ്പൊ രാജാ രവിവർമ്മയുടെ പെയിന്റിങ്സ് അല്ലെങ്കിൽ ഡ്രോയിങ്സ്, അങ്ങനെ നല്ല വിലപിടിപ്പുള്ള പെയിന്റിങ്സ് ഒക്കെ ഉണ്ടാവില്ലേ, നമ്മളിങ്ങനെ ചിലവർക്കൊക്കെ അതൊക്കെ ഒരു ക്രേസ് ആണ്, ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിച്ചു വെക്കുക എന്നൊക്കെ ഉള്ളത്. അപ്പൊ അതൊക്കെ നല്ല വിലയായിരിക്കും. ചിലതൊക്കെ ഇങ്ങനെ ലേലം ചെയ്യുമ്പോൾ കോടികൾക്കാണ് അതൊക്കെ വിറ്റ് പോവുക അല്ലെ. അപ്പൊ അങ്ങനെയുള്ള റയറായിട്ടുള്ള ഡ്രോയിങ്സ്, പെയിന്റിങ്സ്, റയറായിട്ടുള്ളതെന്നല്ല, നല്ല വിലപിടിപ്പുള്ള ഡ്രോയിങ്സ്, പെയിന്റിങ്സ്, അതുപോലെ സ്കൾപ്ചേഴ്സ് എന്ന് പറയുമ്പോൾ പ്രതിമകൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പേഴ്സണൽ ഇഫക്റ്റിന് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ വെറുതെ വീട്ടിൽ ഭംഗിക്ക് വേണ്ടി വാങ്ങിച്ചു വെച്ചാൽ പോലും അതിനെയൊക്കെ ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് കണക്കാക്കും. നമുക്ക് വാങ്ങിച്ചു വെക്കാം, അതിലൊന്നും റെസ്ട്രിക്ഷൻ ഇല്ല. പക്ഷെ വാങ്ങിച്ചു കഴിഞ്ഞ് വിൽക്കുന്ന സമയത്ത് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ കണക്കാക്കി ടാക്സ് അടയ്ക്കണം. അതുപോലെ തന്നെ എനി വർക്ക് ഓഫ് ആർട്ട്. ഇനി ഇതൊന്നും അല്ലാതെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വർക്ക് ഓഫ് ആർട്ട് എന്ന് തോന്നുകയാണെങ്കിൽ, ഇപ്പൊ ഒക്കെ പലതരത്തിലുള്ള മോഡൽ ആയിട്ടുള്ള പുതിയ പുതിയ സാധനങ്ങളൊക്കെ ഓരോരുത്തർ കണ്ടുപിടിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ നല്ല, അതിനൊക്കെ നമുക്ക് വർക്ക് ഓഫ് ആർട്ട് ആണല്ലോ, ഒക്കെ കലയുടെ ഓരോ വ്യത്യസ്ത രൂപങ്ങളാണ്. അപ്പൊ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഇതിൽ പെടുത്തും. അപ്പോൾ ഇങ്ങനെയുള്ളതൊന്നും പേഴ്സണൽ ഇഫക്റ്റ് അല്ല. വീണ്ടും വീണ്ടും പറയാൻ കാരണം ഇത് കൺഫ്യൂഷൻ ആവും, അതുകൊണ്ടാണ് ഒന്നുകൂടെ പറയുന്നത്. ഇപ്പൊ ജ്വല്ലറി ആയിക്കോട്ടെ, ആർക്കിയോളജിക്കൽ കളക്ഷൻ ആയിക്കോട്ടെ, ഡ്രോയിങ്സ് ആയിക്കോട്ടെ, പെയിന്റിങ്സ്, സ്കൾപ്ചേഴ്സ് അല്ലെങ്കിൽ എനി അതർ വർക്ക് ഓഫ് ആർട്ട്, ഇതൊന്നും പേഴ്സണൽ ഇഫക്റ്റ് അല്ല. അതായത് ഇതൊക്കെ ക്യാപിറ്റൽ അസറ്റ് ആണ്. ഇതിലേത് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലും ഇത് നമ്മൾ വിൽക്കുകയാണെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആണ് വരിക. ഓക്കെ, അപ്പോൾ പേഴ്സണൽ ഇഫക്റ്റ് ഇതല്ലാതെയുള്ള വല്ല പേഴ്സണൽ ഇഫക്റ്റും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, ഇതല്ലാത്ത പേഴ്സണൽ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇപ്പൊ വീട്ടിലുള്ള കട്ടില്, മേശ, അലമാര, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ, കാറ്, ബൈക്ക്, സ്കൂട്ടി, അങ്ങനെയുള്ളതൊക്കെ പേഴ്സണൽ ഇഫക്റ്റിൽ പെടുത്താം. കാരണം അതൊക്കെ എന്താണ്, മൂവബിൾ പ്രോപ്പർട്ടിയാണ്. അപ്പൊ അതൊക്കെ വിറ്റ് കഴിഞ്ഞാൽ പ്രശ്നമില്ല. കാരണം എന്താണ്, അതൊന്നും ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് വരുന്നില്ല. അതുകൊണ്ട് തന്നെ അതൊക്കെ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാൻ പോകുന്നില്ല, അത് നമ്മൾ എത്ര വിലക്ക് വിറ്റാലും. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇതൊക്കെ വിൽക്കുമ്പോൾ അത്ര മാത്രം വില കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ്. എങ്കിലും പറഞ്ഞു എന്ന് മാത്രം. ഇപ്പൊ കാറൊക്കെ ആണെങ്കിൽ മേ ബി ലക്ഷങ്ങളുടെ കാറൊക്കെ ഉണ്ടാവും അല്ലെ, എന്നാലും അത് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് വരാൻ പോകുന്നില്ല. മൂന്നാമത്തത് ക്യാപിറ്റൽ അസറ്റ് എന്ന് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള മൂന്നാമത്തെ ഐറ്റം റൂറൽ അഗ്രികൾച്ചറൽ ലാൻഡ്. അപ്പൊ റൂറൽ അഗ്രികൾച്ചറൽ ലാൻഡ് എന്താന്നുള്ളത് ഞാൻ അഗ്രികൾച്ചറൽ ഇൻകം എന്നുള്ള ചാപ്റ്റർ പഠിപ്പിക്കുമ്പോൾ പറഞ്ഞതായിരുന്നു. അത് ഓർമ്മയില്ലാത്തവർ അതന്നെ ഒന്ന് എടുത്ത് നോക്കുക. ഞാനിപ്പോ വീണ്ടും അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓർമ്മയില്ലാത്തവര് ആ വീഡിയോ ഒന്നുകൂടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മ വരും. അപ്പൊ റൂറൽ അഗ്രികൾച്ചറൽ ലാൻഡ് ആണെങ്കിൽ അത് ക്യാപിറ്റൽ അസറ്റ് അല്ല. റൂറൽ അഗ്രികൾച്ചറൽ ലാൻഡ് മാത്രമാണ് ക്യാപിറ്റൽ അസറ്റ് അല്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ. അർബൻ അഗ്രികൾച്ചറൽ ലാൻഡ് ആണെങ്കിൽ ക്യാപിറ്റൽ അസറ്റ് ആണ്. ഓക്കെ, പിന്നെ അടുത്തത് ചില ടൈപ്പ് ഓഫ് ഗോൾഡ് ബോണ്ട് ആണ്. അപ്പൊ ഇതൊക്കെ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്നതാണ്, സെൻട്രൽ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന ചില സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഗോൾഡ് ബോണ്ട്. ഇത് ഒന്ന് വായിച്ചു വെക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഇയറും പെർസെന്റേജ് ഒക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും ഒന്ന് പറ്റുമെങ്കിൽ ഓർത്ത് വെക്കുക. അങ്ങനെ ഞാൻ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല, മേ ബി ഇനിയിപ്പോ വൺ വേർഡ് മാച്ച് ദ ഫോളോയിങ് അങ്ങനെ വല്ല അതിലും ചോദിച്ചാൽ ചോദിക്കും, അത്രേ ഉള്ളൂ.
എന്നാലും ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ 6.5% ഗോൾഡ് ബോണ്ട് 1977. അപ്പൊ 1977 ഇഷ്യൂ ചെയ്തിട്ടുള്ള ടൈപ്പ് ഓഫ് ഗോൾഡ് ബോണ്ട് ആണിത്. പിന്നെ 7% ഗോൾഡ് ബോണ്ട് 1980. അതുപോലെ നാഷണൽ ഡിഫൻസ് ഗോൾഡ് ബോണ്ട് 1980, സ്പെഷ്യൽ ബെയറർ ബോണ്ട് 1991 ഇഷ്യൂഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ്. അപ്പോൾ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഈ ടൈപ്പ് ഗോൾഡ് ബോണ്ട് ഒക്കെ ക്യാപിറ്റൽ അസറ്റ് എന്നുള്ള ഡെഫിനിഷൻ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഗോൾഡ് ബോണ്ട് ഇഷ്യൂഡ് അണ്ടർ ഗോൾഡ് ഡെപ്പോസിറ്റ് സ്കീം 1999, ഡെപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ്സ് ഇഷ്യൂഡ് അണ്ടർ ദ ഗോൾഡ് മോണറ്റൈസേഷൻ സ്കീം 2015 നോട്ടിഫൈഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ്. അപ്പൊ ഇതും ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന ചില പെർട്ടിക്കുലർ സ്കീംസ് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊണ്ടുവന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അത് സ്പെസിഫിക്കലി ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്ന് ഒഴിവാക്കാനായിട്ട് ക്യാപിറ്റൽ അസറ്റിന്റെ ഡെഫിനേഷനെ മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എന്റെ വിശ്വാസപ്രകാരം ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഈ 3 പോയിന്റ് ആണ്. പിന്നെ ഇതും എന്നാലും ഇത് നിങ്ങൾ വായിച്ചു വെക്കണം. കാരണം നമ്മളൊരു ഹെഡ് ഓഫ് ഇൻകം പഠിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ടതാണ്. കൂടുതൽ ഇമ്പോർട്ടൻസ് ഈ 3 കൊടുത്തിട്ട് തന്നെ പഠിച്ചോളൂ. ഇത് ചിലപ്പോൾ ചോദിക്കാം, പക്ഷെ എന്നാൽ അത്ര എനിക്ക് ഇമ്പോർട്ടൻസ് തോന്നുന്നില്ല. അപ്പൊ ക്യാപിറ്റൽ അസറ്റ് എന്നുള്ളതിന്റെ ഡെഫിനിഷൻ ആണ് നമ്മൾ ഇത്രയും നേരം നോക്കിയത്. അപ്പൊ ഇത് നല്ല വൃത്തിയായിട്ട് തന്നെ പഠിക്കണം. കാരണം ഇത് ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷനും ആണ്. ഇവിടെ നിന്നാണ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അത് ഈ ഹെഡിൽ ടാക്സബിൾ ആവോ എന്നുള്ളതിന്റെ ഒരു ക്രൈറ്റീരിയ ഇതാണ്. കാരണം ആദ്യം അതൊരു ക്യാപിറ്റൽ അസറ്റ് ആവണം, എന്നാലല്ലേ ഈ ഹെഡിൽ ടാക്സബിൾ ആവുള്ളൂ. 3 കണ്ടീഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, അതൊരു ക്യാപിറ്റൽ അസറ്റ് ആയിരിക്കണം. 2, ഒരു ട്രാൻസ്ഫർ ഉണ്ടായിരിക്കണം. ആ ട്രാൻസ്ഫറിൽ നമുക്ക് ലാഭം അല്ലെങ്കിൽ നഷ്ടം ഉണ്ടായിരിക്കണം. അപ്പൊ ഈ 3 കണ്ടീഷനിൽ ഫസ്റ്റത്തെ കണ്ടീഷൻ ആണ് ക്യാപിറ്റൽ അസറ്റിന്റെ. അതുകൊണ്ട് തന്നെ അത് ക്യാപിറ്റൽ അസറ്റ് ആണോ അല്ലയോ എന്ന് ഐഡന്റിഫൈ ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഇപ്പോൾ ക്യാപിറ്റൽ അസറ്റിന്റെ ഡെഫിനേഷനിൽ പറഞ്ഞത് പ്രോപ്പർട്ടി ഓഫ് എനി കൈൻഡ് ഹെൽഡ് ബൈ ആൻ അസസി വെദർ ഓർ നോട്ട് കണക്റ്റഡ് വിത്ത് ഹിസ് ബിസിനസ് ഓർ പ്രൊഫഷൻ, ബട്ട് ഇറ്റ് സ്പെസിഫിക്കലി എക്സ്ക്ലൂഡ്സ് സ്റ്റോക്ക് ഇൻ ട്രേഡ് എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ട്, പേഴ്സണൽ എഫക്ട് എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ട്, റൂറൽ അഗ്രികൾച്ചറൽ ലാൻഡ് എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ചില ടൈപ്പ് ഓഫ് ഗോൾഡ് ബോണ്ടും ഡെപ്പോസിറ്റ് ബോണ്ട്സും എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പേഴ്സണൽ എഫക്ട് എന്ന് പറയുമ്പോൾ എന്താണെന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. മൂവബിൾ പ്രോപ്പർട്ടീസ് ആണ് പേഴ്സണൽ എഫക്ട്. നമ്മൾ പേഴ്സണൽ യൂസിന് ഉപയോഗിക്കുന്ന മൂവബിൾ പ്രോപ്പർട്ടീസ് ആണ് പേഴ്സണൽ ഇഫക്റ്റിൽ വരിക. എങ്കിലും പേഴ്സണൽ ഇഫക്റ്റ് എന്നും ചില കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതായത് ജ്വല്ലറി പേഴ്സണൽ ഇഫക്റ്റ് അല്ല. അപ്പൊ ജ്വല്ലറി എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ മനസ്സിൽ മാലയും വളയും മാത്രം വന്നാൽ പോരാ. ഇങ്ങനെ ഈ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഈ ഡയമണ്ട്, ലൂസ് ഡയമണ്ട് ഒക്കെ ഇങ്ങനെ ഓരോ ഫിലിംസിലൊക്കെ ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യുന്നൊക്കെ കണ്ടിട്ടില്ലേ? അപ്പൊ അതുപോലെയുള്ള സാധനങ്ങള്, പ്രഷ്യസ് ആയിട്ടുള്ള എന്ത് സാധനം, പ്രഷ്യസ് ഓർ സെമി പ്രഷ്യസ് ആയിട്ടുള്ള എന്ത് സാധനം ജ്വല്ലറി എന്നുള്ളതിൽ വരും. അതുപോലെ ആർക്കിയോളജിക്കൽ കളക്ഷൻസ്, ഡ്രോയിങ്സ്, പെയിന്റിങ്സ്, സ്കൾപ്ചേഴ്സ് അല്ലെങ്കിൽ എനി വർക്ക് ഓഫ് ആർട്ട്, അതായത് കുറച്ച് വിലപ്പെടുപ്പുള്ള എന്ത് സാധനം, അതൊക്കെ പേഴ്സണൽ എഫക്ട് എന്ന് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ പറയുന്നതൊക്കെ ക്യാപിറ്റൽ അസറ്റ് ആണ്. ഇത് എന്ത് വിറ്റാലും നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് വരും. പിന്നെ റൂറൽ അഗ്രികൾച്ചറൽ ലാൻഡ് ക്യാപിറ്റൽ അസറ്റ് അല്ല. അപ്പൊ അത് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല. അതുപോലെ ഈ ടൈപ്പ് ഓഫ് ബോണ്ടും കാര്യങ്ങളും വരുന്നില്ല. അപ്പോ ഡെഫിനിഷൻ മനസ്സിലായിട്ടുണ്ടാവും തന്നെ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോ ഇതാദ്യം നല്ല രീതിയിൽ പഠിക്കാം. അടുത്തത് നമ്മളിപ്പോ ക്യാപിറ്റൽ അസറ്റ് എന്താന്നുള്ളത് പഠിച്ചു. ഇനി അടുത്തത് നമ്മൾ പഠിക്കേണ്ടത് 2 തരത്തിലുള്ള ക്യാപിറ്റൽ അസറ്റ് ഉണ്ട്. ഒന്ന് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ്, ഒന്ന് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്. ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് എന്ന് വെച്ചാൽ ആ പേരിലുള്ള പോലെ തന്നെ കുറച്ചു കാലം കയ്യിൽ വെക്കുന്നതിനെ നമ്മൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുന്നു. കൂടുതൽ കാലം കയ്യിൽ വെക്കുന്നതിനെ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുന്നു. അപ്പൊ ഈ കുറച്ചു കാലം കൂടുതൽ കാലം എന്നുള്ളതിന് ഒരു ഡെഫിനിഷൻ വേണ്ട. എന്താണ് ഈ കുറച്ചു കാലം? ഒരു ദിവസമാണോ കുറച്ചു കാലം? അല്ല ഒരു മാസമാണോ കുറച്ചു കാലം? അല്ല ഒരു കൊല്ലമാണോ കുറച്ചു കാലം? അതിനും അവർ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് മീൻസ് an asset held by an assessee for not more than 36 months immediately before the date of transfer. നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുന്നേ 36 മാസത്തിൽ താഴെയാണ് നമ്മുടെ കൈവശം വെച്ചിട്ടുള്ളതെങ്കിൽ അതിനെ നമ്മൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയണം. അതായത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എന്നാണോ ഈ സംഭവം കയ്യിൽ കിട്ടിയത്, അല്ലെങ്കിൽ നമ്മൾ ഇത് എന്നാണോ വാങ്ങിച്ചത് അന്നു മുതൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് വരെ 36 മാസമോ അതിൽ താഴെയോ ആണെങ്കിൽ അതിനെ ഷോർട്ട് ടേം എന്ന് പറയണം. 36 മാസം എന്ന് പറയുമ്പോൾ ആക്ച്വലി നമുക്ക് വേണമെങ്കിൽ 3 കൊല്ലം എന്നുള്ള പോലെ പറയാം. എന്നാലും 36 മന്ത്സിൽ തന്നെ നമ്മൾ കണക്കാക്കാം. അപ്പോൾ 36 മന്ത്സ് താഴെ കയ്യിൽ വെച്ചിട്ട് നമ്മൾ വിൽക്കുകയാണെങ്കിൽ അതിനെ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോ ഒരു 2017 ഏപ്രിൽ 1 തീയതി വാങ്ങിച്ച ഒരു വീട്, ഒരു ഹൗസ് പ്രോപ്പർട്ടി ഞാൻ വാങ്ങിച്ചു. 2017 ഏപ്രിൽ 1 ഞാൻ വാങ്ങിച്ചു. 2019 ഏപ്രിൽ 1 ഞാനത് വിൽക്കുകയാണെങ്കിൽ,
അപ്പൊ എന്റെ കയ്യിൽ എത്ര ദിവസമാണ് അത് ഉണ്ടായിരുന്നത്? 2 വർഷം അല്ലെങ്കിൽ 24 months എന്നുള്ളത് പറയാം അല്ലെ. അപ്പൊ 24 months ആണ് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ആണ്. കാരണം ഞാൻ വാങ്ങിച്ചത് മുതൽ അത് ട്രാൻസ്ഫർ ചെയ്യുന്നത് വരെ 36 മാസത്തിൽ താഴെയാണ് എന്റെ കയ്യിൽ വെച്ചിട്ടുള്ളൂ. അടുത്തത് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആണ്. ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് എന്ന് വെച്ചാൽ എന്താണ്? എ ക്യാപിറ്റൽ അസറ്റ് വിച്ച് ഇസ് നോട്ട് എ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ഇസ് എ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്. ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് അല്ലാത്തതിനെയാണ് നമ്മൾ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഷോർട്ട് ടേം അല്ലാത്തതെന്ന് വെച്ചാൽ 36 മാസത്തിന് മേലെ നമ്മൾ കയ്യിൽ വെക്കുകയാണെങ്കിൽ, അതായത് ഞാൻ വാങ്ങിച്ചിട്ട് 3 വർഷത്തിലധികം ഉപയോഗിച്ച ശേഷമാണ് അത് വിൽക്കുന്നത്, ഉപയോഗിക്കാം ഉപയോഗിക്കാതിരിക്കാം, വാങ്ങിച്ചിട്ട് 3 കൊല്ലത്തിന് ശേഷമാണ് അത് വിൽക്കുന്നതെങ്കിൽ അതിനെ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് എന്ന് വിളിക്കുന്നു. പക്ഷേ ഇതിൽ ചില എക്സെപ്ഷൻസ് ഉണ്ട്. അതായത് പൊതുവേ നമ്മൾ ഈ 3 ഇയേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഷോർട്ട് ടേം ലോങ് ടേം എന്ന് ക്ലാസിഫൈ ചെയ്യുന്നതെങ്കിലും ചില അസറ്റ്സിന് 3 ഇയേഴ്സ് നമ്മൾ നോക്കണ്ട. അതായത് 36 months എന്നുള്ള ക്രൈറ്റീരിയ അല്ല. ചില അസറ്റ്സിന് 12 monthsഉം ചില അസറ്റ്സിന് 24 monthsഉം ആണ്. അതായത് 12 months നമ്മൾ കയ്യിൽ വെക്കുകയാണെങ്കിൽ, അതിൽ താഴെ കയ്യിൽ വെക്കുകയാണെങ്കിൽ ഷോർട്ട് ടേമും 12 monthsന് മേലെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ലോങ് ടേമുമായി മാറുന്ന ചില അസറ്റ്സ് ഉണ്ട്. അതുപോലെ ചില അസറ്റ്സിന് 24 monthsന് താഴെ കയ്യിൽ വെച്ചാൽ ഷോർട്ട് ടേമും 24 monthsന് മേലെ കയ്യിൽ വെച്ചാൽ ലോങ് ടേമും ആയി മാറും. അപ്പൊ അത് ഏതാന്നുള്ളത് നോക്കാം. 12 months എന്ന് പറയുന്നത് സെക്യൂരിറ്റി അതർ ദാൻ യൂണിറ്റ്സ്. യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ മ്യൂച്വൽ ഫണ്ടിന്റെ സെക്യൂരിറ്റി അതർ ദാൻ യൂണിറ്റ് ലിസ്റ്റഡ് ഇൻ എ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പോൾ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റി ആണെങ്കിൽ, റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ NSE BSE അങ്ങനെ ഏതെങ്കിലും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റി ആണെങ്കിൽ അതിന് പീരീഡ് ഓഫ് ഹോൾഡിംഗ് 12 months ആണ്. അതായത് നമ്മൾ കൈവശം വെക്കേണ്ടത് 12 മാസത്തിൽ താഴെ കയ്യിൽ വെച്ച അസറ്റ് ആണെങ്കിൽ, കയ്യിൽ വെച്ചിട്ടുള്ള സെക്യൂരിറ്റി ആണെങ്കിൽ അതിനെ ഷോർട്ട് ടേം എന്നും, അതിൽ കൂടുതൽ കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ ലോങ് ടേം എന്നും വരും. അതേപോലെ തന്നെ യൂണിറ്റ് ഓഫ് ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ട്, ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ടിൽ ഉള്ള യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ യൂണിറ്റ്സ് ഓഫ് UTI, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ അല്ലെ, യൂണിറ്റ് ഓഫ് UTI ആണെങ്കിൽ, അതുപോലെ സീറോ കൂപ്പൺ ബോണ്ട് ആണെങ്കിൽ ഒക്കെ 12 months പീരീഡ് ആണ് നമ്മൾ നോക്കേണ്ടത്. 12 മാസത്തിൽ താഴെ കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ടേം ആയിട്ടും 12 മാസത്തിൽ കൂടുതൽ നമ്മൾ കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ലോങ് ടേം ആയിട്ടും ക്ലാസിഫൈ ചെയ്യും. അടുത്തത് എക്സെപ്ഷനിൽ അടുത്തത് വരുന്നത് 24 monthsന്റെ ഐറ്റംസ് ആണ്. അതായത് അൺലിസ്റ്റഡ് ഷെയർസ്. ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ആണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞു അല്ലെ. ഇനി അടുത്തത് അൺലിസ്റ്റഡ് ഷെയർസ് ആണെങ്കിൽ, ഇവിടെ അൺലിസ്റ്റഡ് ഷെയർസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അപ്പൊ അത് ഓർത്ത് വെക്കണം. അൺലിസ്റ്റഡ് ഷെയർസ് ആണെങ്കിൽ 24 months ക്രൈറ്റീരിയ ആണ്. അപ്പൊ 24 monthsൽ താഴെ നമ്മൾ കൈവശം വെച്ചിട്ടുള്ളതിനെ ഷോർട്ട് ടേം ആയിട്ടും 24 monthsന് മേലെ കൈവശം വെച്ചിട്ടുള്ളതിനെ ലോങ് ടേം ആയിട്ടും നമ്മൾ കണക്കാക്കും. അതേപോലെ ലാൻഡ് ഓർ ബിൽഡിംഗ്. ഈ ലാൻഡ് ഓർ ബിൽഡിംഗ് എന്നുള്ളത് ഈ അടുത്ത്, അതായത് എന്റെ വിശ്വാസപ്രകാരം ഫിനാൻസ് ആക്ട് 2018 വന്ന ചേഞ്ച് ആണ്. അപ്പൊ അത് പണ്ട് നമുക്ക് 36 months ആയിരുന്നു ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഇപ്പോഴാണ് ഇത് 24 months ആക്കിയത്. അപ്പൊ അതിനെ ബേസ് ചെയ്ത് എനിവേ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടാവാം, എന്നാൽ ഇതൊരു ചേഞ്ച് വന്നതാണ്. അതായത് ഈ ആക്ടിലല്ല, ഫിനാൻസ് ആക്ട് 2019 അതിന് മുന്നേ വന്ന ചേഞ്ച് ആണ്. എന്നാലും അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങളിപ്പോ പണ്ടത്തെ വല്ല ക്വസ്റ്റ്യൻ പേപ്പറും എടുത്ത് നോക്കുമ്പോൾ അതിൽ ചിലപ്പോൾ ആൻസർ, അപ്പോൾ നിങ്ങൾ പണ്ടത്തെ അസസ്മെന്റ് ഇയറിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അതേ രീതിയിൽ തന്നെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവർ അങ്ങനെ ചെയ്തു എന്ന് വിചാരിക്കേണ്ട. ഇത് ഈ അടുത്ത് വന്നിട്ടുള്ള ചേഞ്ച് ആണ്. അപ്പൊ ലാൻഡ് ഓർ ബിൽഡിംഗ് ആണെങ്കിൽ ഇപ്പൊ 36 months അല്ല, പകരം 24 months പീരീഡ് ആണ് നോക്കുന്നത്. നമ്മൾ എത്ര കാലം കയ്യിൽ വെച്ചു, അത് 24 monthsൽ താഴെയാണെങ്കിൽ ഷോർട്ട് ടേമും അതിൽ കൂടുതലാണെങ്കിൽ ലോങ് ടേം ആയിട്ടും കണക്കാക്കും. അപ്പൊ ഇത് നിങ്ങൾ ഇതേപോലെ തന്നെ പഠിച്ചു വെക്കുക. കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, എന്നാലും ഇത് ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. 12 months ഏതിനൊക്കെയാണ്, 24 months ഏതിനൊക്കെയാണ്, അതുപോലെ 36 months ഏതിനൊക്കെയാണ്. അപ്പൊ പീരീഡ് ഓഫ് ഹോൾഡിംഗ് എന്നുള്ളത് ഞാൻ അവിടെ പറഞ്ഞിട്ടുള്ള അതേ കാര്യം തന്നെ ഇവിടെ ഒന്നുകൂടെ ഇട്ടുന്നേ ഉള്ളൂ. ഇത് ഒന്നുകൂടെ എക്സ്പ്ലെയിൻഡ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് നോട്ടിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ എളുപ്പമുണ്ടാവും. അപ്പൊ 12 months എന്ന് പറയുന്നത് ഇക്വിറ്റി ഓർ പ്രിഫറൻസ് ഷെയർ ഇൻ എ കമ്പനി ലിസ്റ്റഡ് ഇൻ ഇന്ത്യ. നമ്മൾ പറഞ്ഞല്ലോ ലിസ്റ്റഡ് സെക്യൂരിറ്റീസ്. ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ ഇക്വിറ്റി ഷെയർസ് ആയിരിക്കാം, പ്രിഫറൻസ് ഷെയർസ് ആയിരിക്കാം അല്ലെ. അതേപോലെ തന്നെ ഡിബഞ്ചർ, ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. സെക്യൂരിറ്റീസ് എന്നുള്ള ഇതിൽ എന്തൊക്കെ വരും എന്നുള്ളതാണ് ഇവിടെ നമ്മൾ രണ്ടെണ്ണമായിട്ട് തന്നു. അവിടെ ഞാൻ ജസ്റ്റ് സെക്യൂരിറ്റി എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ, ലിസ്റ്റഡ് ഇൻ എ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന്. ഇവിടെ നമ്മൾ അതൊന്നുകൂടെ ഡിഫൈൻ ചെയ്തു, അത്രേ ഉള്ളൂ. അതായത് ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർ, ഡിബഞ്ചർ, ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എക്സെട്ര. എനി സെക്യൂരിറ്റി ഇറ്റ് മസ്റ്റ് ബി ലിസ്റ്റഡ് ഇൻ ഇന്ത്യ, അത്രേ ഉള്ളൂ. ലിസ്റ്റഡ് ഇൻ എ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ. അടുത്തത് യൂണിറ്റ്സ് ഓഫ് ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ട്. അത് കോട്ടഡ് ഫണ്ട് ആയിരിക്കാം, നോട്ട് കോട്ടഡ് ആയിരിക്കാം. അപ്പോൾ ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ട് എന്താണ്, അത് കോട്ടഡ്, നോൺ കോട്ടഡ്, അതൊക്കെ നമുക്ക് പിന്നീട് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ മാനേജ്മെന്റിലോ അല്ലെങ്കിൽ ഫൈനൽ ലെവലിലൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. ഞാനിപ്പോൾ അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ജസ്റ്റ് നിങ്ങളിപ്പോ നമുക്ക് ഇപ്പൊ ടാക്സ് എന്നുള്ള പർപ്പസിന് ഈ പേര് അങ്ങോട്ട് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ. പിന്നെ സീറോ കൂപ്പൺ ബോണ്ട്,
അതുപോലെ യൂണിറ്റ്സ് ഓഫ് യൂണിയൻ ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, അതിനൊക്കെ 12 മന്ത്സ് ആണ് നമ്മൾ നോക്കുന്നത്. 12 മന്ത്സിൽ താഴെ കൈവശം വെച്ചിട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതിനെ ഷോർട്ട് ടേം ആയിട്ടും 12 മന്ത്സിന് മേലെ നമ്മൾ കൈവശം വെച്ചിട്ട് വിൽക്കുകയാണെങ്കിൽ അതിനെ ലോങ് ടേം ആയിട്ടും കണക്കാക്കും. പിന്നെ 24 മന്ത്സ് പീരീഡ്, 24 മന്ത്സിൽ പെടുന്നത് ഇപ്പൊ ഇവിടെ ലിസ്റ്റഡ് ആണെങ്കിൽ 12 മന്ത്സും അൺലിസ്റ്റഡ് ആണെങ്കിൽ അല്ലെ, ഇക്വിറ്റി ഓർ പ്രിഫറൻസ് ഷെയർ ഇൻ ആൻ അൺലിസ്റ്റഡ് കമ്പനി, ഷെയർ എന്നാണ് അവിടെ പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്, ഡിബഞ്ചർ ഒന്നും ഇതിൽ പെട്ടിട്ടില്ല, അത് പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പൊ ഇക്വിറ്റി ഓർ പ്രിഫറൻസ് ഷെയർ ഇൻ ആൻ അൺലിസ്റ്റഡ് കമ്പനി, ലിസ്റ്റ് ചെയ്യാത്ത കമ്പനീസിന്റെ ആണെങ്കിൽ അതിന് 24 മന്ത്സ് ആണ് ക്രൈറ്റീരിയ. അതേപോലെ തന്നെ ഇമൂവബിൾ പ്രോപ്പർട്ടി ബീയിങ് ലാൻഡ് ഓർ ബിൽഡിംഗ് ഓർ ബോത്ത്, ലാൻഡ് ബിൽഡിംഗ് അതുപോലെയുള്ള ഇമൂവബിൾ പ്രോപ്പർട്ടി ആണെങ്കിലും അതിനും 24 മന്ത്സ് ആണ്. 24 മന്ത്സിൽ താഴെ കൈവശം വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് ടേം ആയിട്ടും 24 മന്ത്സിന് മേലെ കയ്യിൽ വെച്ചാൽ ലോങ് ടേം ആയിട്ടും കണക്കാക്കും. ഇനി ഇതൊന്നും അല്ലാത്ത അസറ്റ്സ് ആണ് അപ്പൊ നമുക്ക് 36 മന്ത്സിൽ വരുന്നത്. അപ്പൊ അതും ഏതാന്നുള്ളത് ഞാൻ ഇട്ടുണ്ട്, അപ്പൊ ഇത് പഠിച്ചു വെച്ചാൽ മതിയാവും. യൂണിറ്റ്സ് ഓഫ് ഡെറ്റ് ഓറിയന്റഡ് ഫണ്ട്, വല്ല ഡെറ്റ് ഓറിയന്റഡ് ഫണ്ട് ആണെങ്കിൽ അല്ലെങ്കിൽ അൺലിസ്റ്റഡ് സെക്യൂരിറ്റീസ് അതർ ദാൻ ഷെയർസ് ആണെങ്കിൽ, ഷെയർസ് അല്ലാതെയുള്ള വല്ല അൺലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ആണെങ്കിൽ അതിന് 36 മന്ത്സ് ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഡിബഞ്ചേഴ്സ്, അൺലിസ്റ്റഡ് ഡിബഞ്ചേഴ്സ് ആണെങ്കിൽ അതിന് 36 മന്ത്സ് ആണ്. അതുപോലെ ഇതിലൊന്നും പറയാതെയുള്ള അതർ ക്യാപിറ്റൽ അസറ്റ്, അതായത് അതർ ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരുപാടെണ്ണം പഠിച്ചുല്ലോ, ഇപ്പൊ ഡ്രോയിങ്സ്, പെയിന്റിങ്സ്, സ്കൾപ്ചേഴ്സ് അല്ലെ, ജ്വല്ലറി, അതൊക്കെ ആണെങ്കിൽ ഈ 36 മന്ത്സ് എന്നുള്ള ക്രൈറ്റീരിയയിലാണ് വരിക. അതേപോലെ തന്നെ ആർക്കിയോളജിക്കൽ കളക്ഷൻസ് അതൊക്കെ 36 മന്ത്സിലാണ് വരിക. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതായത് ക്യാപിറ്റൽ അസറ്റ് എന്താന്നുള്ളത് മനസ്സിലായല്ലോ. അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ആണോ അല്ല ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആണോ എന്നുള്ളതാണ്. അപ്പൊ ഷോർട്ട് ടേം ആണോ ലോങ് ടേം ആണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് എത്ര കാലം ഈ ഒരു അസറ്റ് കൈവശം വെച്ചിട്ടാണ് വിൽക്കുന്നത് അതിന്റെ ബേസിസിലാണ്. അപ്പൊ നമ്മൾ പൊതുവെയുള്ള ഷോർട്ട് ടേമിന്റെ ഡെഫിനിഷനിൽ പറയുന്നത് 36 മന്ത്സ് എങ്കിലും കയ്യിൽ വെച്ച് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ, 36 മന്ത്സിൽ താഴെ കയ്യിൽ വെച്ച് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അത് ഷോർട്ട് ടേമും അല്ലെങ്കിൽ ലോങ് ടേമും, അതായത് 36 മന്ത്സിൽ കൂടുതലാണെങ്കിൽ ലോങ് ടേമും. പക്ഷെ അതിൽ ചില എക്സെപ്ഷൻസ് ഉണ്ടായിരുന്നു, അതാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പൊ എല്ലാം കൂടെ കൺസോൾഡേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു സ്ലൈഡ്. അപ്പൊ നിങ്ങൾക്ക് ക്യാപിറ്റൽ അസറ്റ് എന്താന്നുള്ളതും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ അസറ്റ് എന്താന്നുള്ളതും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളിപ്പോ ക്യാപിറ്റൽ അസറ്റ് എന്താണെന്നും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ അസറ്റും ആണ് പഠിച്ചത്. ഇനി നമുക്ക് അടുത്തത് ട്രാൻസ്ഫർ എന്താണ്, അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് ഗെയിൻ അല്ലെങ്കിൽ ലോസ് കണ്ടുപിടിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇൻട്രൊഡക്ഷൻ ആയതുകൊണ്ടാണ് ഞാൻ ചെറിയ വീഡിയോ ആക്കിയത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ ടോപ്പിക്സ് കവർ ചെയ്യാം. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.